ഈ സ്റ്റേജിൽ 90% ഫൗണ്ടർമാരും വരുത്തുന്ന ഏറ്റവും വലിയ ആപത്ത് എന്താണെന്നറിയാമോ? അപ്പോൾ ഒരു VCയുടെ മുന്നിൽ പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കണക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. CAC, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഒറ്റപോലെ അനാവശ്യമായി പണം കത്തിച്ച് വാല്യുവേഷൻ കൂട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഓരോ സിംഗിൾ ട്രാൻസാക്ഷനിലും നിങ്ങളുടെ കമ്പനിക്ക് ലാഭമുണ്ടോ, അതായത് നിങ്ങളുടെ ഗ്രോസ് മാർജിൻ പോസിറ്റീവ് ആണോ എന്ന് ഇൻവെസ്റ്റർമാർ കൃത്യമായി ഓഡിറ്റ് ചെയ്യും. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് പബ്ലിക് കമ്പനിയായി മാറാൻ പ്രധാനമായും 4 പ്രോസസ്സുകളാണ് ഉള്ളത്. പബ്ലിക് ലിമിറ്റഡ് കൺവേർഷൻ. നിങ്ങളുടെ കമ്പനിയെ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് പബ്ലിക് ലിമിറ്റഡ് ആയി രജിസ്റ്റർ ചെയ്യണം. കമ്പനിയുടെ റിയൽ IPO പ്രൈസും വാല്യുവേഷനും നിശ്ചയിക്കുന്നത് ഇവരാണ്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 0 നിന്ന് IPO വരെ നമ്മൾ പറഞ്ഞ ഈ റോഡ് മാപ്പ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഞാൻ കുറച്ച് നാളുകളായി ബിസിനസിന്റെ പല സ്റ്റേജിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ. അതിൽ ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് മുതൽ ബിസിനസ്സിൽ മുഴുവൻ പണവും നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്ന് വരെ A to Z ഞാൻ ടോപ്പിക്സ് ആയിട്ട് എടുത്തിട്ടുമുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുന്നവർക്കെല്ലാം ഈ കൺസൾട്ടിംഗ് ഒന്നും പോസിബിൾ ആവണമെന്നില്ലല്ലോ. സോ ഹിയർ ഇസ് എ പെർഫെക്റ്റ് ബ്ലൂ പ്രിന്റ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ശരിക്കും സീരിയസ് ആണെങ്കിൽ, നിങ്ങളുടെ ഐഡിയയ്ക്ക് ശരിക്കും ഒരു ഭാവി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ മതിയാകും. കാരണം ഒരു സ്റ്റാർട്ടപ്പ് മുതൽ IPO വരെ വെറും ഒരു ഐഡിയ മാത്രം മനസ്സിലുള്ള ആൾക്ക് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകാം എന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ പ്രോഫിറ്റ് ടിപ്സ്. അപ്പോൾ തുടങ്ങാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറും ഒരു ഐഡിയയിൽ നിന്നാണ്, അതായത് 0 വാല്യുവേഷൻ സ്റ്റേജ്. ഈ സ്റ്റേജിൽ 90% ഫൗണ്ടർമാരും വരുത്തുന്ന ഏറ്റവും വലിയ ആപത്ത് എന്താണെന്നറിയാമോ? കയ്യിൽ 1 രൂപയുടെ വരുമാനം പോലും ഇല്ലാതെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇൻവെസ്റ്റർമാരുടെ പിറകെ ഫണ്ടിങ്ങിനായി ഓടുക എന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റർമാരെ തപ്പുകയല്ല, മറിച്ച് പ്രോബ്ലം മാർക്കറ്റ് ഫിറ്റ് തെളിയിക്കുകയാണ്. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഐഡിയ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആളുകൾക്ക് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് മാർക്കറ്റിലൊന്ന് പരീക്ഷിക്കുക. ഡിമാൻഡ് ഇല്ലാത്ത സാധനം സപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് അല്ലെങ്കിൽ പ്രീ സീഡ് ഫണ്ടിങ്. നിങ്ങളുടെ സ്വന്തം സമ്പാദ്യമോ അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ വാങ്ങുന്ന ചെറിയൊരു തുകയോ ഉപയോഗിച്ച് വേണം ഇത് തുടങ്ങാൻ. ഇനി ഇവിടെ നിങ്ങൾ നിർബന്ധമായും മനസ്സിൽ വെക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്: ക്യാപ് ടേബിൾ ഡിസിപ്ലിൻ. അതായത് തുടക്കത്തിൽ തന്നെ പണത്തിന് വേണ്ടി കമ്പനിയുടെ 30%മോ 40%മോ ഇക്വിറ്റി അഥവാ ഷെയർ ആർക്കെങ്കിലും എഴുതി കൊടുത്താൽ ഭാവിയിൽ വലിയ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കമ്പനികൾ നിങ്ങളുടെ ബോർഡ് റൂമിലേക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല. പ്രീ സീഡ് റൗണ്ടിൽ പരമാവധി 10% മുതൽ 15% വരെ ഇക്വിറ്റിയിൽ കൂടുതൽ ഒരിക്കലും വിട്ടു നൽകരുത്. ഈ ചെറിയ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിക്കേണ്ടത് ഒരു MVP മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആണ്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഏറ്റവും ലളിതമായ ഒരു രൂപം. ഈ MVP വിപണിയിലിറക്കി ആദ്യത്തെ 500 അല്ലെങ്കിൽ 1000 കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടിയാൽ അവിടെ നിങ്ങളുടെ കമ്പനിക്ക് ആദ്യത്തെ യഥാർത്ഥ വാല്യുവേഷൻ ലഭിക്കും. അപ്പോൾ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങി, റിപ്പീറ്റായി ഓർഡറുകൾ വരുന്നു. ഇനി എന്താണ് അടുത്ത പടി? സ്കെയിലപ്പ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ സീഡ് ഫണ്ടിങ് ആൻഡ് സീരീസ് A റൗണ്ടുകളിലേക്ക് കടക്കുന്നത്. ഈ സ്പേസിലേക്കാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, മൈക്രോ VCs, വലിയ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് എന്നിവർ വരുന്നത്. ഇന്ത്യയിൽ സാധാരണയായി ഒരു സീഡ് റൗണ്ടിൽ 50 ലക്ഷം മുതൽ 5 കോടി രൂപ വരെയാണ് ഫണ്ട് കിട്ടാറ്. ഇത് സീരീസ് Aയിലേക്ക് എത്തുമ്പോൾ വാല്യുവേഷൻ 20 കോടി മുതൽ 100 കോടി രൂപ വരെ ഉയർന്നേക്കാം. അത്തരത്തിൽ ഫണ്ടിങ് കിട്ടിയ ധാരാളം സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്: ഒരു VCയും നിങ്ങളുടെ കഥകൾ കേട്ട് വെറുതെ കോടികളൊന്നും തരില്ല. They look at cold hard metrics അഥവാ കണക്കുകൾ. അപ്പോൾ ഒരു VCയുടെ മുന്നിൽ പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കണക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. CAC, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ഒരു പുതിയ കസ്റ്റമറെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ മാർക്കറ്റിങ്ങിനായി എത്ര രൂപ ചിലവാകുന്നു. 2. LTV അഥവാ ലൈഫ് ടൈം വാല്യൂ. ആ കസ്റ്റമർ വഴി അവൻ്റെ ജീവിതകാലത്ത് കമ്പനിക്ക് എത്ര രൂപയുടെ ബിസിനസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. 3. LTV to CAC റേഷ്യോ. നിങ്ങളുടെ LTV എപ്പോഴും CACയുടെ കുറഞ്ഞത് 3 ഇരട്ടിയെങ്കിലും ആയിരിക്കണം. അതായത് 100 രൂപ ചെലവഴിച്ച് കൊണ്ടുവരുന്ന കസ്റ്റമർ നിങ്ങൾക്ക് 300 രൂപയുടെയെങ്കിലും ബിസിനസ് തന്നിരിക്കണം. ഇതോടൊപ്പം അവർ നോക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ മോട്ട് അല്ലെങ്കിൽ ഡിഫെൻസിബിലിറ്റി. അതായത് നാളെ വേറൊരു വലിയ കമ്പനി നിങ്ങളുടെ അതേ ഐഡിയ കോപ്പി അടിച്ച് ഇറക്കിയെന്ന് കരുതുക. അതിനു പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് ചോദ്യം. അത് നിങ്ങളുടെ ടെക്നോളജി ആകാം, പേറ്റന്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂവും ആകാം.
ഇനി നമുക്ക് ബിസിനസ്സിൻ്റെ ഏറ്റവും നിർണായകമായ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഇതിൽ എന്തൊക്കെ പെടും? എക്സിക്യൂഷൻ, ടീം ബിൽഡിംഗ് ആൻഡ് യൂണിറ്റ് എക്കോണമിക്സ്. സീരീസ് ബി, സീരീസ് സി റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ കമ്പനിയിൽ 100 കണക്കിന് ജീവനക്കാരുണ്ടാകും. ഇവിടെ ഫൗണ്ടറുടെ പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല ബിസിനസ് ഓടേണ്ടത്, പകരം ഒരു കരുത്തുറ്റ സിസ്റ്റം നിലവിൽ വരണം. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? 1. പ്ലെയർ ഹയറിംഗ് സ്ട്രാറ്റജി. നിങ്ങളുടെ കമ്പനിയിലെ ആദ്യത്തെ 50 ജീവനക്കാരായിരിക്കണം അടുത്ത് വരുന്ന 500 പേരുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ മികച്ച പ്രതിഭകളെ നിങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ ഇസോപ്സ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ് കൃത്യമായി ഉപയോഗിക്കുക. കമ്പനിയുടെ ഷെയർ ഓഫർ ചെയ്യുമ്പോൾ അവർ വെറും ഒരു ജീവനക്കാരനായല്ല, കമ്പനിയുടെ ഓണർഷിപ്പ് മെൻറ്റാലിറ്റിയിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ഇനി 2. പോസിറ്റീവ് യൂണിറ്റ് എക്കോണമിക്സ്. പണ്ടത്തെ പോലെ അനാവശ്യമായി പണം കത്തിച്ച് വാല്യുവേഷൻ കൂട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഓരോ സിംഗിൾ ട്രാൻസാക്ഷനിലും നിങ്ങളുടെ കമ്പനിക്ക് ലാഭമുണ്ടോ, അതായത് നിങ്ങളുടെ ഗ്രോസ് മാർജിൻ പോസിറ്റീവ് ആണോ എന്ന് ഇൻവെസ്റ്റർമാർ കൃത്യമായി ഓഡിറ്റ് ചെയ്യും. 3. കോർപ്പറേറ്റ് ഗവർണൻസ്. ടാക്സ് കംപ്ലയൻസുകൾ, ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ്, ലീഗൽ കാര്യങ്ങൾ എന്നിവ തുടക്കം മുതലേ 100% സുതാര്യമായിരിക്കണം. ഇതിൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചാൽ പോലും ഒരു IPO എന്ന സ്വപ്നം അവിടെ വെച്ച് അവസാനിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ഫൈനൽ സ്റ്റെപ്പിനടുത്തെത്തി. ഇപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് സ്ഥിരമായ റവന്യൂ ഉണ്ട്, വ്യക്തമായ ലാഭ മാർഗമുണ്ട്, മാർക്കറ്റിൽ ശക്തമായ ബ്രാൻഡ് വാല്യൂവും ഉണ്ട്. ഇനി നമ്മൾ കടക്കുന്നത് ഒരു ഫൗണ്ടറുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലിലേക്കാണ്. ദ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് പബ്ലിക് കമ്പനിയായി മാറാൻ പ്രധാനമായും 4 പ്രോസസ്സുകളാണ് ഉള്ളത്. പബ്ലിക് ലിമിറ്റഡ് കൺവേർഷൻ. നിങ്ങളുടെ കമ്പനിയെ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് പബ്ലിക് ലിമിറ്റഡായി രജിസ്റ്റർ ചെയ്യണം. ഹയറിംഗ് മെർച്ചന്റ് ബാങ്കേഴ്സ്. കോട്ടക്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർമാരെ നിങ്ങൾ ഹയർ ചെയ്യണം. കമ്പനിയുടെ റിയൽ IPO പ്രൈസും വാല്യുവേഷനും നിശ്ചയിക്കുന്നത് ഇവരാണ്. DRHP, ഡ്രാഫ്റ്റ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. ഇന്ത്യൻ മാർക്കറ്റ് റെഗുലേറ്ററായ സെബിക്ക് കമ്പനിയുടെ മുഴുവൻ ഫിനാൻഷ്യൽ രേഖകളും റിസ്കുകളും ഫ്യൂച്ചർ പ്ലാനുകളും അടങ്ങിയ DRHP റിപ്പോർട്ട് സമർപ്പിക്കണം. സെബി ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് അപ്രൂവൽ നൽകും. റോഡ് ഷോസ് ആൻഡ് ലിസ്റ്റിംഗ് ഡേ. പിന്നീട് വലിയ ഫണ്ടുകളായ FIIs, DIIs മ്യൂച്വൽ ഫണ്ട്സിനും സാധാരണക്കാർക്കുമായി കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. ഒടുവിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ ബെല്ലടിക്കുമ്പോൾ വെറും ഒരു പേപ്പർ ഐഡിയയിൽ നിന്ന് തുടങ്ങിയ നിങ്ങളുടെ ബിസിനസ് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റായി മാറും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 0-ൽ നിന്ന് IPO വരെ നമ്മൾ പറഞ്ഞ ഈ റോഡ് മാപ്പ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതിൽ വാല്യുവേഷൻ ഇടിയുന്ന ഘട്ടങ്ങളുണ്ടാകും, ഫണ്ട് കിട്ടാത്ത നിമിഷങ്ങളുണ്ടാകും, ഉദ്ദേശിച്ചതുപോലെ പലതും അപ്രൂവ്ഡ് ആവാത്ത അവസരങ്ങളും കാണും. പക്ഷെ കൃത്യമായ വിഷനും സാമ്പത്തിക അച്ചടക്കവും ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും പടുത്തുയർത്താൻ കഴിയുന്ന ഒന്നാണ് ഈ റോഡ് മാപ്പ് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ബിസിനസ്സിൻ്റെ ഏറ്റവും ബേസിക്കായ ഒരു റൂട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിലേതെങ്കിലും കാര്യങ്ങൾ കൂടുതലായി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം കോണ്ടന്റ് ഇഷ്ടമായാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ.